തിരൂർ റെയിൽവേ സ്റ്റേഷനാണിത്. അടുത്ത യാത്ര തുടങ്ങുകയാണ്. തിരൂരിൽ നിന്നും നേരെ ആഗ്രയിലേക്ക് ട്രെയിനിലാണ്. AC 3 ടയറിലാണ് ഇപ്രാവശ്യം നമ്മുടെ യാത്ര. AC 3 ടയറിലായതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഞങ്ങളെ ഈ വിൻഡോൻ്റെ ഗ്ലാസ് ചെറിയൊരു പൊട്ടലുണ്ട്. അവിടെയാണ് അവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള പോലെ. 2023 ഡിസംബർ 22 വൈകിട്ട് 4:20 ഞങ്ങൾ യാത്ര തുടങ്ങിയത്. 23 രാവിലെ കൊങ്കൺ റൂട്ടിലെ ആടവല്ലി സ്റ്റേഷനിൽ ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയപ്പോൾ പുറത്തിറങ്ങിയതാണ്. അത്യാവശ്യം നല്ല ഫോഗൊക്കെ ഉണ്ട് കേട്ടോ, തണുപ്പുമുണ്ട്. ഈ യാത്രയിലെ ആഗ്രയും അതുപോലെ തന്നെ രാജസ്ഥാനിലെ ജയ്പൂർ, ജയ്സാൽമീർ, ജോധ്പൂർ എന്നീ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക എന്നാണ് ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഈ യാത്രയിൽ എൻ്റെ സുഹൃത്തുക്കളായ ശ്രീരാജ്, അരുൺ, പ്രജോഷ്, ശ്രീഹരി, വിനുനാഥ് എന്നിങ്ങനെ ഞങ്ങൾ 6 ആളുകളാണ് ഒരുമിച്ചാണ് ഈ യാത്ര ചെയ്യുന്നത്. കുറച്ച് ദിവസത്തെ അവധിയൊക്കെ ഒരു ആഘോഷമാക്കുക എന്നുള്ളതാണല്ലോ. ആ രീതിയിലാണ് ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൊങ്കൺ റൂട്ടിലൂടെയുള്ള യാത്രയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കൊങ്കൺ റെയിൽവേ റൂട്ടിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ തുരങ്കങ്ങളും പാലങ്ങളും അനവധിയായി കടന്നു വരുന്നൊരു വളരെ രസകരമായ ഒരു യാത്രയാണ്. അത്തരത്തിലുള്ള ഒരു തുരങ്കത്തിലൂടെയാണ് ഇപ്പോൾ ഈ ട്രെയിൻ കടന്നു പോകുന്നത്. വാ പൊളിച്ച് മോനെ. ട്രെയിൻ യാത്രയിൽ എപ്പോഴും നല്ല സഹയാത്രികരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കത്തിയടിച്ച് സമയം കൊല്ലാം. ശ്രീരാജൊക്കെ അദ്ദേഹത്തിൻ്റെ യാത്രാനുഭവങ്ങൾ സഹയാത്രികരുമായി പങ്കുവെക്കുകയാണ്. അവർ അവരുടെ പല അനുഭവങ്ങളും നമ്മളുമായി പങ്കുവെക്കുന്നു. ഇത് രത്നഗിരി സ്റ്റേഷൻ. നല്ല വടാപ്പാവും അതുപോലെ തന്നെ ബ്രെഡ് സാൻഡ്വിച്ചും ഇവിടെ നിന്ന് കഴിച്ചു. 23-ാം തീയതിയിലെ പ്രഭാത ഭക്ഷണം രത്നഗിരി. നല്ല അടിപൊളി സ്ഥലങ്ങളിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത്. നല്ല രസകരമായ ഒരുപാട് കാഴ്ചകൾ ഈ യാത്ര സമ്മാനിക്കുന്നു.
മഹാരാഷ്ട്ര സംസ്ഥാനത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. മുംബൈയിലേക്ക് അടുക്കും തോറും ഈ റെയിലിന് സമാന്തരമായി ഏതോ ഒരു വലിയ റോഡ് പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് ഞങ്ങൾ കാണുന്നത് ഈ റോഡിൻ്റെ പ്രവൃത്തികളാണ്. മുംബൈ പനവേൽ റെയിൽവേ സ്റ്റേഷൻ ഒരു നല്ല ഭംഗിയുള്ള ഒരു നിർമ്മിതിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. നല്ല രസകരമായ ഒരു സ്റ്റേഷൻ കേട്ടോ. ഇത് മുംബൈ പനവേൽ സ്റ്റേഷൻ. ഇത് മുംബൈ കല്യാൺ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ പോകുന്ന ട്രെയിന് ഈ രണ്ട് പ്രധാനപ്പെട്ട മുംബൈയിലെ രണ്ട് സ്റ്റേഷനിലും നിർത്തുന്നുണ്ട്. നമ്മൾ കേരളത്തിലെ എല്ലാവർക്കും മുംബൈയിലേക്ക് വരുന്നതിന് വേണ്ടി ആശ്രയിക്കാൻ പറ്റിയ ഒരു ട്രെയിൻ തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഡിസംബർ 24 രാവിലെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഫോഗാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മൂടൽമഞ്ഞ് കാരണം ട്രെയിൻ വളരെ ലേറ്റായിട്ടാണ് ഓടുന്നത് തന്നെ. ഒന്നും കാണാനില്ല പുറത്തേക്ക് നോക്കുമ്പോൾ. രാവിലെ 9:30 സൂര്യനെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അടുത്ത വീഡിയോ താജ്മഹലിൻ്റെ വീഡിയോ ആണ്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.